വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പാർട്ട് 7 ആണ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 106/2015. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഇൻറ്റിജർ വേരിയബിൾസ് ആർ ഡിക്ലെയർഡ് ഇൻ VB? ഓപ്ഷൻ എ int a, ഓപ്ഷൻ ബി ഡിക്ലെയർഡ് ആസ് എൻ ഇൻറ്റിജർ, ഓപ്ഷൻ ഡി dim as a as integer, ആൻഡ് ഓപ്ഷൻ ഡി a is integer. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വിഷ്വൽ ബേസിക് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യനോളം നമ്മളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വിഷ്വൽ ബേസിക് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ഓക്കെ, ഇപ്പം വിഷ്വൽ ബേസിക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യുന്നത് .NET ഫ്രെയിം വർക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ VB.NET എന്നുള്ള രീതിയിൽ തന്നെയാണ് പലർക്കും അത് പരിചയം ഉണ്ടാകുന്നത്. ഓക്കെ, അതിലാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിഷ്വൽ ബേസിക്കിൽ നമുക്ക് പറയുന്ന സമയത്ത് അതിൽ ഓരോ വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് dim. അതായത് ഡയമെൻഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് dim എന്ന് പറയുന്നത്. അപ്പം dim a as integer, അതായത് അതിൻ്റെ വേരിയബിളിനെയും അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൂടി നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, dim a as integer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ VB which window will help you in viewing the position of the form in the main window? അതായത് നമുക്കിപ്പോൾ അത് വിഷ്വൽ സ്റ്റുഡിയോൻ്റെ എടുത്തു കഴിഞ്ഞാൽ വിഷ്വൽ ബേസിക്കിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ബിലോ ആയിട്ട് ഒരു ലേഔട്ട് വിൻഡോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെയാണ് നമുക്ക് എവിടെ നമ്മൾ കേഴ്സർ വെച്ച് അത് പ്ലേസ് ചെയ്യുന്നോ അത് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ വിൻഡോയിൽ അത് എവിടെയാണെന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലേഔട്ട് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ എക്സാക്റ്റ് ആയിട്ട് അത് റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ലേഔട്ട് വിൻഡോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ കോൺസ്റ്റൻറ്റ് വാല്യൂ ഈസ്? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് കോൺസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: in C++, a string constant always ends with %//c _. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എപ്പോഴും എൻഡ് ചെയ്തിരിക്കുന്നത് /0-ലായിരിക്കും. എന്താണ് ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബിൾ കോട്ട്സിലാണ്. ഓക്കെ, നമുക്കറിയാം ഒരു സ്ട്രിങ്ങും ഒരു ക്യാരക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ A ആണ് എങ്കിൽ ആ A റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 2 ക്യാരക്ടേഴ്സാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതായത് A ഉണ്ടാവും, ഇവിടെ ഒരു /0 ഉണ്ടാവും. എൻഡാണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ട്രിങ് കോൺസ്റ്റൻറ്റും എൻഡ് ചെയ്തിരിക്കുന്നത് ഈ /0 ആണ്. അതിനെയാണ് നമ്മൾ നൾ ബൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അത് നൾ ബൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഓരോ സ്ട്രിങ്ങും എൻഡ് ചെയ്യുന്നത് ഈ ഒരു /0-ലായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ സിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? അറേ ഓഫ് ക്യാരക്ടേഴ്സാണ്. ആക്ച്വലി സ്ട്രിങ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു C++ൻ്റെ കേസിൽ നമ്മൾ സ്ട്രിങ് എടുക്കുമ്പോൾ ആ ഓരോ സ്ട്രിങ്ങിലും ഒരു അഡീഷണൽ ആയിട്ടൊരു നൾ ബൈറ്റ് കൂടി ഉണ്ടായിരിക്കും. എന്തിന്? അതിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ് വൺ: ഡാഷ് മോഡ് ഹെൽപ്സ് ടു ഓപ്പൺ ഫയൽ ഇൻ ഇൻപുട്ട് മോഡ്? ഓപ്ഷൻ എ ഫയൽ ഇൻപുട്ട്, ഓപ്ഷൻ ബി ഓപ്പൺ ഇൻപുട്ട്, ഓപ്ഷൻ സി iOS ഇൻ, ആൻഡ് ഓപ്ഷൻ ഡി മോഡ് ഇൻ. അപ്പോൾ ഇവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഏത് മോഡിലാണെന്നുള്ളതാണ്. ഓക്കെ, ഇൻപുട്ട് മോഡാകുമ്പോൾ നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് iOS ഇൻ ആണ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പറയാൻ വേണ്ടി പറ്റും, പാരാമീറ്റേഴ്സ് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഓപ്പൺ ചെയ്യുന്ന സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഫയൽ നെയിം മോഡാണ്. അതായത് ഏത് മോഡിലാണ് അത് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്.
അത് ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയാണോ ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയാണോ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഫയലാണെങ്കിൽ ആ എക്സിസ്റ്റ് ചെയ്യുന്ന ഫയൽ റീപ്ലേസ് ചെയ്ത് വരണോ, അല്ലെങ്കിൽ അതേ ഫയലിൽ അപ്പൻഡ് ചെയ്ത് വരണോ, ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഫ്ലാഗ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഇൻപുട്ട് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് IOS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫങ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ഡാഷ് ഫങ്ഷൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? റിക്കേഴ്സീവ്. എ ഫങ്ഷൻ കോൾ ഇറ്റ് സെൽഫ് ആണ് എന്ത്? റിക്കേർഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എ ഫങ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് റിക്കേർസീവ് ഫങ്ഷൻ. നെക്സ്റ്റ് വൺ, which one of the following is not a DML command? Delete from, insert into, alter, update. അപ്പോൾ ഏതാണ് DML കമാൻഡ്? നമ്മൾ ഓൾറെഡി DML കമാൻഡ് DCL കമാൻഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട്. അപ്പോൾ എന്താണ് DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇതെല്ലാം സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അല്ലേ. ഇപ്പോൾ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലെങ്കിൽ SQL എന്ന് പറയുന്നത് എന്താ? നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഓരോ ഡാറ്റയും മാനേജ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡാറ്റാബേസിൻ്റെ ക്രിയേഷൻ ആയിക്കോട്ടെ, ടേബിൾ ക്രിയേഷൻ ആയിക്കോട്ടെ, ആ ടേബിൾ ഏതെങ്കിലും രീതിയിൽ ഡാറ്റ എൻട്രി, ഫെച്ചിങ് ഓഫ് റോസ്, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഓൾറെഡി ഉള്ള ഡാറ്റയുടെ എന്തെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ഇതിനു വേണ്ടിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? DDL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതിൽ വരുന്നതാണ് ഏതൊക്കെ? ക്രിയേറ്റ്, അതുപോലെ തന്നെ ഡ്രോപ്പ്, ഓൾട്ടർ, ട്രങ്കേറ്റ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് DDL, അതായത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഇനി DML വരുന്നതാണ് ഏതൊക്കെ? ഇൻസേർട്ട് ഇൻടു, അതുപോലെ അപ്ഡേറ്റ്, ദെൻ ഡിലീറ്റ്. അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് ഈ ഓപ്ഷനിലുണ്ട്. അതായത് ഡിലീറ്റ് ഫ്രം ഉണ്ട്, ഇൻസേർട്ട് ഇൻടു ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഓൾട്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു DDL കമാൻഡ് അല്ലെങ്കിൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് അല്ലേ. ഡിലീറ്റ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിൽ ഏതൊരു റോ ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ടേബിളിലെ ഡാറ്റയിലാണ് നമ്മൾ മാനിപ്പുലേഷൻ വരുത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് ഒരു ഡാറ്റയിലെ ഒരു ടേബിളിലെ ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ വരുത്തുക, അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുക, ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ അപ്ഡേഷൻ വരുത്തുക, അതാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം എന്നുള്ള രീതിയിൽ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാനിപ്പുലേഷനാണ്. അപ്പോൾ ഓൾറെഡി ഉള്ളൊരു ടേബിളാണ്, ആ ടേബിൾ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു റോ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്യൂപ്പിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസേർട്ട് ഇൻടു ആ പെർട്ടിക്കുലർ ടേബിൾ എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതും എന്ത് തന്നെയാണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഇനി അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഓക്കെ, ഒരാളുടെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്തു, അപ്പോൾ എന്താ? ഓൾറെഡി ഉള്ള ഒരു റോയിലെ ഡാറ്റയിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ്? ഒരു ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. നേരെ മറിച്ച് ഓൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾറെഡി ഒരു ഡാറ്റ, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഓക്കെ, ഒരു സ്കീമുണ്ട്, അതിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു അഡീഷണൽ ആയിട്ട് റോ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു എംപ്ലോയി, ആ എംപ്ലോയിക്ക് കോവിഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെർട്ടിക്കുലറായിട്ട് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. അത് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് നമ്മളൊരു കോളം നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ഉള്ള ടേബിളിൽ ഒരു എക്സ്ട്രാ ഒരു ടേബിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ നമ്മൾ മാറ്റം വരുത്താണ് അല്ലേ. അതായത് ആൾട്ടർ ചെയ്യാണ്, അഡീഷണൽ ആയിട്ട് നമ്മൾ കോളം ആഡ് ചെയ്യാണ്. അപ്പോൾ അതെന്താണ്? ഒരു ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾട്ടർ ആണ്. നെക്സ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് SDLC. ഫസ്റ്റ് ഓപ്ഷൻ സിസ്റ്റം ഡെമോൺസ്ട്രേഷൻ ഇൻ ലാസ്റ്റ് സൈക്കിൾ, ഓപ്ഷൻ ബി സീരീസ് ഡെമോൺസ്ട്രേഷൻ ഇൻ ലാസ്റ്റ് സൈക്കിൾ, ഓപ്ഷൻ സി സീരീസ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, ഓപ്ഷൻ ഡി സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ SDLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളാണ്. അതായത് ഇതെന്താണ്? ഒരു സിസ്റ്റം ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം.
അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെർട്ടൈൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടി ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്നൊരു ദിവസം ഒരു വീട് കെട്ടിപ്പൊക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കേസിലും അതിനും ഒരു വ്യക്തമായ പ്ലാനിങ്ങും ഡിസൈനും ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ആ ഓൾറെഡി ബിൽഡ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിന് നമുക്ക് ടെസ്റ്റിംഗ് നടത്തേണ്ടി വരും. ആ കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, എല്ലാ റിക്വയർമെൻറ്റ്സും എക്സ്പെക്റ്റേഷനും മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അതിനുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും വേണ്ടി വരും, അല്ലെ ഡിപ്ലോയ്മെൻറ്റ് അതുപോലെ മെയിൻ്റനൻസും കാര്യങ്ങളും വേണ്ടി വരും. അപ്പം ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അതായത് ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. വാട്ടർഫോൾ മോഡൽ, ഐട്രേറ്റീവ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്, സ്പൈറൽ മോഡൽ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്കിതിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ SDLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്വറി വിൽ യു യൂസ് ടു റിമൂവ് എ ടേബിൾ ഫ്രം ഡാറ്റാബേസ്? അപ്പം ഡാറ്റാബേസിന് ഒരു ടേബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ടേബിൾ. ആ ടേബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടേബിൾ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിലീറ്റ് ഫ്രം എന്ന് പറയുമ്പോൾ അത് ഡാറ്റ മാനിപ്പുലേഷനാണ്. അതെന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ടേബിളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിലീറ്റ് ഫ്രം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ട്രങ്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രങ്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടേബിളിലെ എല്ലാ റോസും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ആ ഒരു സ്പേസ് നമ്മളിവിടെ ഫ്രീ ആക്കുകയാണ്. ഓക്കെ, അതാണ് ട്രങ്കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടേബിൾ ഉണ്ടായിരിക്കും, പക്ഷെ അത് ടേബിളിലെ കണ്ടൻസ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് റിമൂവ് ചെയ്യാന്ന് അപ്പോൾ ആ എൻ്റെ ടേബിൾ തന്നെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡ്രോപ്പ് കമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്യൂപ്പിൾ ഇൻ DBMS? നമ്പർ ഓഫ് ടേബിൾസ്, നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് ഡാറ്റാബേസസ്. ഇപ്പം നമുക്കൊരു ടേബിൾ തന്നു കഴിഞ്ഞാൽ ആ ഒരു ടേബിളിൽ ഇപ്പോൾ നെയിം, ഏജ്, സാലറി ഉണ്ട് എങ്കിൽ ഈ ഓരോ റോയും ഓരോ ഇൻഫോർമേഷനാണ്, അല്ലേ. എ സിംഗിൾ റോ എന്ന് പറയുന്ന ഒരു റെക്കോർഡാണ്. ഫോർ ദാറ്റ് റിലേഷനിൽ ഓരോ റെക്കോർഡാണ് ഓരോ റോ എന്ന് പറയുന്നത്. അപ്പം ഈ റോ ആണ് എന്ത്, ഒരു ട്യൂപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, നമ്പർ ഓഫ് റോസ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.